കർത്താവ് യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 30-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശാപത്തെ മാറ്റി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാമും മാതാപിതാക്കളും പൂർവികരും ചെയ്തുപോയ പാപത്തിന്റെ പരിണത ഫലമായി കടന്നുവന്ന ശാപത്തിൽ നിന്നും മോചനം നൽകുവാൻ തിരുവചനം പ്രഖ്യാപിക്കുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യന്റെ തിന്മ പ്രവൃത്തികളിൽ കൂടി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ശാപം കടന്നു വരുന്നു. ശാപമേറ്റ മനുഷ്യന്റെ മോചനത്തിനായി പാപമില്ലാത്ത മനുഷ്യൻ പാപപരിഹാരം ചെയ്യണം. അതാണ് യേശു ക്രിസ്തു ചെയ്തത്. ശാപമേറ്റ മനുഷ്യനെ മോചിപ്പിക്കുവാൻ അവന്റെ പാപത്തിന് പരിഹാരമായി പാപമില്ലാത്ത യേശു കുരിശിൽ രക്തം ചിന്തി മരിച്ചു. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം വ്യക്തമാക്കുന്നു: ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. സ്നേഹമുള്ളവരെ, എന്നാൽ ഇന്ന് പലരും യേശു നൽകുന്ന പാപമോചനവും ശാപമോക്ഷവും രക്ഷയും സ്വന്തമാക്കാതെ ദൈവം ആഗ്രഹിക്കാത്ത മറ്റു പല ആചാരാനുഷ്ഠാനങ്ങളിലും പങ്കുചേരുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് തിന്മ ചെയ്ത മനുഷ്യൻ അനുഭവിക്കണമെന്നും യേശു കർത്താവ് നൽകുന്ന പാപമോചനം നേടണമെന്നും അനുഗ്രഹം പ്രാപിക്കണമെന്നും ആണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവ് കരുണാമയനും ക്ഷമാശീലനും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമായ ദൈവം. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എന്നേശു രാജാവേ, കരുണയും നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, കർത്താവേ, അങ്ങേ ഞാൻ സ്തുതിക്കും. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, എൻ ജീവിത നാളിലെല്ലാം. ഹല്ലേലൂയ. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, എൻ ജീവിത നാളിലെല്ലാം. പാപത്തിൽ നിന്നും എനിക്ക് മോചനം നൽകി ക്രിസ്തുവാകുന്ന ഉറച്ച പാറയിൽ നിർത്തി എന്നെ സംരക്ഷിച്ച ദൈവമേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഓ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാം പാറമേൽ എന്റെ കാലുകൾ ഉറപ്പിച്ചോനേ. പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാം പാറമേൽ എന്റെ കാലുകൾ ഉറപ്പിച്ചോനേ. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, എൻ ജീവിത നാളിലെല്ലാം. ഹല്ലേലൂയ. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, എൻ ജീവിത നാളിലെല്ലാം. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകി സ്നേഹത്തോടെ എന്നെ മാറോട് ചേർക്കുന്ന എൻ്റെ കർത്താവായ യേശുവേ, അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു.
അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഇല്ലായ്മയിലും കുറവുകളിലും എന്നെ സഹായിക്കുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഓ എൻ്റെ യേശുവേ, കണ്ണുനീർ താഴ്വരയിൽ എന്റെ ആശ്വാസദായകനാ, സ്നേഹത്തിൻ കരുതലുമാ എന്നെ മാർബോടും ചേർത്തവനേ. കണ്ണുനീർ താഴ്വരയിൽ എന്റെ ആശ്വാസദായകനാ, സ്നേഹത്തിൻ കരുതലുമാ എന്നെ മാർബോടും ചേർത്തവനേ. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. മഹത്വത്തിന്റെ രാജാവായ കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമം എന്നും എന്നും മഹത്വപ്പെടും. കർത്താവേ, ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസമായി കടന്നു വരുന്ന അവിടത്തേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. മഹത്വത്തിൻ പൂർണ്ണനാമൻ യേശുവെ കണ്ടിടുവാൻ ആശയായി കാത്തിരിപ്പോ മെഗരൂഢനായി വരുന്ന നാളിൽ. മഹത്വത്തിൻ പൂർണ്ണനാമൻ യേശുവെ കണ്ടിടുവാൻ ആശയായി കാത്തിരിപ്പോ മെഗരൂഢനായി വരുന്ന നാളിൽ. ഹല്ലേലൂയ. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ, അങ്ങെ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. കരുണയും നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എന്നേശു രാജാവേ, എന്നേശു രാജാവേ, എന്നേശു രാജാവേ. ഇന്ന് കർത്താവായ ദൈവത്തിന്റെ കൃപയും കരുണയും അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.